ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെയാണ് NestJS ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത്. സോ നമുക്ക് അവരുടെ ഡോക്യുമെൻറ്റേഷൻ ചെക്ക് ചെയ്യാം. ഈ ഫസ്റ്റ് സ്റ്റെപ്സിൽ അവർ പറയുന്നുണ്ട് NestJS നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീ റിക്വസൈറ്റ്സ് ആയിട്ട് വേർഷൻ 16 മുകളിലുള്ള NodeJS വേർഷൻ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് സിസ്റ്റത്തിൽ അത് ഓൾറെഡി ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാനായിട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്യാം. വിൻഡോസ് ആണെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്യാം. ഉബുണ്ടു ആണെങ്കിൽ ടെർമിനൽ ഓൾറെഡി ഉണ്ട്, അത് ചെക്ക് ചെയ്യാം. എൻ്റെ മാക് ആയതുകൊണ്ട് ഞാൻ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് node-v എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ കറൻ്റ്ലി NodeJS നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഫസ്റ്റ് നമുക്ക് NodeJS ഇൻസ്റ്റാൾ ചെയ്യണം സിസ്റ്റത്തിൽ, NestJS ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ. ഓക്കെ, NodeJS ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് NodeJS എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ NodeJSൻ്റെ വെബ്സൈറ്റ് വരും. നമ്മളത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടാവും നമുക്ക് 16 മുകളിലുള്ളൊരു NodeJS വേർഷനാണ് വേണ്ടത് NestJS ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഇവിടെ അവർ പറയുന്നുണ്ട് 2 വേർഷൻസ് ഉണ്ട്, ഒന്ന് LTS വേർഷനും ഒന്ന് കറണ്ട് വേർഷനും. നമ്മളെപ്പോഴും ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും LTS വേർഷനിലായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ LTS വേർഷനാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാളേഷൻ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയറാണ്, നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നു. എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്? ഓക്കെ, വിൻഡോസ് ആണെങ്കിൽ അവരുടെ exe ഫയലായിരിക്കും ഡൗൺലോഡ് ആവുന്നത്. എന്നിട്ട് നമ്മളത് ഇൻസ്റ്റാളേഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് അവർ മാക് ആയതുകൊണ്ട് മാക്കിൻ്റെ ഇൻസ്റ്റാളേഷൻ ഫയലാണ് ഡൗൺലോഡ് ആയത്. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അതെങ്ങനെയാണ് കോൺഫിഗർ ചെയ്തേക്കുന്നതെന്നൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ. ക്ലോസ് കൊടുക്കാം. ഇത് ഇൻസ്റ്റാളേഷൻ ഫയൽ റിമൂവ് ചെയ്യണമെന്ന് ചോദിക്കുന്നു. ഓക്കെ, ഇനി നമ്മളൊന്നുകൂടി ടെർമിനലിലെടുത്ത് ചെക്ക് ചെയ്യാം NodeJS ഇൻസ്റ്റാൾ ആയോ ഇല്ലയോ എന്ന്. node-v യെസ്, NodeJS ഇൻസ്റ്റാൾ ആയി. ആ വേർഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ NodeJSൻ്റെ പാക്കേജ് മാനേജറായ npm ഇൻസ്റ്റാൾ ആയതും കൂടി ചെക്ക് ചെയ്യണം. അതുപോലെ npm-v npm ഇൻസ്റ്റാൾ ആയി. NodeJS ഫസ്റ്റ് പ്രീ റിക്വസൈറ്റ്സ് ആയ NodeJS നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ NestJS യൂസ് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾക്ക് NestJSൻ്റെ CLI, അതായത് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ഇൻസ്റ്റാൾ ചെയ്യണം. സോ അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡോക്യുമെൻറ്റേഷനിൽ അത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു നോഡിൻ്റെ പാക്കേജ് മാനേജറായ npm യൂസ് ചെയ്തിട്ടാണ് NestJSൻ്റെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ നമ്മൾ ജസ്റ്റ് ഈ കമാൻഡ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ടെർമിനൽ റൺ ചെയ്യാം. ഓക്കെ, നമുക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഓൾറെഡി നമ്മൾ നേരത്തെ npmഉം NodeJS ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അതിന് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇത് ഗ്ലോബലി ആണ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ പെർമിഷൻസ് കൊടുക്കണം. സോ സുഡോ കമാൻഡ് യൂസ് ചെയ്യണം ഇത് ഇൻസ്റ്റാൾ ആവണമെന്നുണ്ടെങ്കിൽ. ജസ്റ്റ് പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഓക്കെ, സോ NestJSൻ്റെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ഇൻസ്റ്റാൾ ആയി സിസ്റ്റത്തിൽ. ഇനി നമുക്ക് NestJS യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു ഫോൾഡറിലോട്ട് മൂവ് ചെയ്യാം. ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു പ്രൊജക്റ്റ് ഫോൾഡറിലോട്ട് മൂവ് ചെയ്തു. എന്നിട്ട് നമുക്കവിടെ ഡോക്യുമെൻറ്റേഷനിൽ ആ ഒരു കമാൻഡ് കൊടുത്തിട്ടുണ്ട്, NestJS യൂസ് ചെയ്തിട്ട് പുതിയ പ്രൊജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ന്യൂ പ്രൊജക്റ്റ് നെയിം. ഓക്കെ, നമ്മളത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ടെർമിനലിലേക്ക് വരുന്നു. ഞാൻ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡറിലാണ്
പ്രൊജക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിലാണ് പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ന്യൂ പ്രൊജക്റ്റ് നെയിം, നമ്മളൊരു പ്രൊജക്റ്റ് നെയിം കൊടുക്കണം. നമ്മളിവിടെ ഒരു ഇ-കൊമേഴ്സ് ബാക്കെൻഡ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇ-കൊമേഴ്സ് ബാക്കെൻഡ് എന്നാണ് പ്രൊജക്റ്റിൻ്റെ പേര് കൊടുക്കുന്നത്. എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏത് പാക്കേജ് മാനേജറാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഇപ്പോൾ കറൻ്റ്ലി 3 ഓപ്ഷൻസ് ആണുള്ളത്, NPM, YARN, PNPM. സോ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് PNPM ആണ്. കാരണം ലൈറ്റ് വെയ്റ്റ് ആണ്, ഭയങ്കര സ്പീഡാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. NPM ഒക്കെ ലൈക്ക് നമുക്കൊരു പാക്കേജൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു NPM മൊഡ്യൂൾസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. YARN ആണെങ്കിൽ കുറച്ച് സൈസ് കൂടുതലാണ്. സോ ഞാനെപ്പോഴും PNPM ആണ് പ്രിഫർ ചെയ്യാറ്. കറൻ്റ്ലി ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ PNPM ഇൻസ്റ്റാൾഡ് അല്ല. സോ നമ്മളാദ്യം PNPM ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, PNPM ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സുഡോ, അത് NPM യൂസ് ചെയ്തിട്ടാണ് നമ്മൾ PNPM ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ sudo npm install global -g PNPM. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്കേജ് മാനേജർ യൂസ് ചെയ്യാം. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് PNPM ആണ്. എനിക്ക് കുറച്ചും കൂടിയും സ്പീഡായിട്ട് തോന്നിയത് അതാണ്. സോ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. സോ PNPM ഇൻസ്റ്റാൾഡായി. എന്നിട്ട് നമ്മൾ നേരത്തെ റൺ ചെയ്ത കമാൻഡ്, അതായത് പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കമാൻഡ് ഒന്നുകൂടി റൺ ചെയ്യാം. സോ ഇപ്പോൾ ഏത് പാക്കേജ് മാനേജർ വേണമെന്ന് ചോദിക്കും. ഞാൻ PNPM ആണ് സെലക്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ ഇൻസ്റ്റലേഷനും ലൈക്ക് ആ പ്രൊജക്റ്റ് ക്രിയേഷനും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് ഇത് കുറച്ച് ടൈം എടുക്കും, ഒരു 5 minutes 2 minutes ഒക്കെ എടുക്കും കംപ്ലീറ്റ് ആവാനായിട്ട്. ഓക്കെ, പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് VS കോഡിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതാണ് NestJSൻ്റെ ബേസിക് ബോയിലർ പ്ലേറ്റ്. അതായത് നമ്മൾ ഫസ്റ്റ് ഒരു പ്രൊജക്റ്റ് NestJS യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് CLI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ബേസിക് ബോയിലർ പ്ലേറ്റ് കോഡാണ്. ഇത് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഒരു ബേസിക് API ആയിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കിത് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഒരു main.ts ഫയലാണുള്ളത്. അതാണ് ഇതിൻ്റെ എൻട്രി പോയിൻറ്റ്. സോ അതിൽ ക്ലിക്ക് ചെയ്താൽ കാണാം ലൈക്ക് ഇതൊരു 3000 പോർട്ടിലാണ് ലിസൺ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബാക്കെൻഡ് ആപ്ലിക്കേഷൻ. ഓക്കെ, നമുക്കിത് റൺ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ജസ്റ്റ് നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ റൺ കമാൻഡ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ ചെക്ക് ചെയ്യാം. ഡോക്യുമെൻറ്റേഷനിലോട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്സിൽ താഴെ പോയി കഴിഞ്ഞാൽ റണ്ണിങ് ദ ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് NestJS ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നതെന്ന് അവിടെ കമാൻഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവർ Node.jsൻ്റെ പാക്കേജ് മാനേജറായ NPM യൂസ് ചെയ്തിട്ടാണ് റൺ ചെയ്യുന്നത്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് PNPM ആണ്. സോ നമുക്ക് PNPM യൂസ് ചെയ്തിട്ട് റൺ ചെയ്യാം. കമാൻഡിൽ വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് NPMന് പകരം നമ്മൾ PNPM എന്ന് യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ ഡിഫറൻസസ് ഒന്നുമില്ല. ഓക്കെ, നമുക്കത് റൺ ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ പോയി നോക്കിക്കഴിഞ്ഞാലും ഈ package.jsonലുള്ള സ്ക്രിപ്റ്റ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാലും ഏതൊക്കെ കമാൻഡ്സ് ആണ് ഉള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഒരു സ്റ്റാർട്ട് കമാൻഡ് ഉണ്ട്, അതുപോലെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാർട്ട് കമാൻഡ് ഉണ്ട്, ഡീബഗിന് വേണ്ടിയിട്ടുണ്ട്, പ്രൊഡക്ഷന് വേണ്ടിയിട്ടുണ്ട്, ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, ചെക്ക് ചെയ്യാം. സോ നമ്മൾ PNPM യൂസ് ചെയ്തിട്ട് റൺ ചെയ്യാം. PNPM റൺ സ്റ്റാർട്ട്. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായി. അപ്പോൾ ഇതൊരു പോർട്ട് 3000ലാണ് ലിസൺ ചെയ്ത് നിൽക്കുന്നത്. ഇനി നമുക്ക് ബ്രൗസറിൽ പോയിട്ട് ജസ്റ്റ് ആ ഒരു 3000 പോർട്ടിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ലോക്കൽ ഹോസ്റ്റ് 3000 ഹലോ വേൾഡ് പ്രിൻ്റ് ചെയ്തു. അത് ഓൾറെഡി ഇതിൻ്റെ ബേസിക് ബോയിലർ പ്ലേറ്റ് കോഡിൽ ചെയ്തു വെച്ചേക്കുന്ന ആ ഒരു ഹലോ വേൾഡ് കോഡാണ് നമ്മൾ കണ്ടത്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് NestJS ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതേപോലെ അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു ബാക്കെൻഡ് ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതും നമ്മൾ കണ്ടു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫർദർ എങ്ങനെയാണ് APIs ക്രിയേറ്റ് ചെയ്യുന്നതും എന്തൊക്കെയാണ്
ഫർദർ പ്രൊസീജിയേഴ്സ് എന്നുള്ളത് കാണാം. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.